പറയണം എന്നോടത്താണ് ഉള്ളത്. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി സംഭാവന തന്നവരും എല്ലാവരും ഇവിടെ വന്നിരുന്നവരും ഒരുപാട് ഉമ്മ സഹോദരിമാരും എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിരായ ശൈഖുന കാന്തപുരം ഉസ്താദ് വളരെ തുച്ഛ ഭാഷമാണെങ്കിലും ഒരുപാട് ഉൾക്കൊള്ളേണ്ടുന്ന പല കാര്യങ്ങളും നമ്മെ ഉണർത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ ഈ മദ്രസയുടെ ബാക്കി പള്ളിയുടെ ബാക്കി പണി പൂർത്തീകരിക്കാൻ വേണ്ടി ജംഷീർ ഇത് കുറച്ച് കെട്ടാക്കി 1000 കല്ല് അദ്ദേഹം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റബ്ബേ അദ്ദേഹത്തിന്റെ സ്വതക്ക ഉദ്ദേശിച്ചോ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ. അവരിൽ നിന്നും മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ മിഥില സവാബ് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെയും മഹത്തായ പേരിക്ക് ഏതെല്ലാം രൂപത്തിൽ ഞങ്ങളോട് സ്വീകരിച്ചോ മുഴുവൻ ആളുകൾക്കും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് എല്ലാവിധ സന്തോഷവും നീ നൽകണേ അല്ലാഹ്. ഹഖി സയ്യിദിനാ മുഹമ്മദിൻ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. തൂവക്കാട് അപകടത്തിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ചെറിയാങ്കാണത്ത് വീരാനിക്ക് അദ്ദേഹത്തിന്റെ പിഞ്ചു മക്കളടങ്ങുന്ന കുടുംബം അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. കുറ്റിപ്പുറം മുഹമ്മദ് അവരുടെ മകൻ ഇതുപോലെ അസുഖമായി അപകടത്തിൽപ്പെട്ട് കിടപ്പിലാണ്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഷാഫിയായ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയും സകലമായ രോഗങ്ങൾക്കും നീ പരിശുദ്ധ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും ഇനി കാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്. അസുഖത്തിൽ കിടക്കുന്ന ഉമ്മയുടെ രോഗം ശിഫയാകാൻ വേണ്ടി ഒരാൾ 5000 രൂപ യാ ഷാഫി അല്ലാഹ് യാ ഷാഫി അല്ലാഹ് യാ ഷാഫി അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. സിഎംഇ മടവൂർ ഞങ്ങളുടെ പാപ്പയുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് താജുൽ ഉള്ളാളത്തെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളടക്കമുള്ള സാദാത്തുക്കളുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് റബ്ബേ ആരെ കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയപ്പോ 20 വയസ്സുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി കല്യാണപ്രായ പെൺകുട്ടിയുടെ വൃക്ക സംബന്ധമായ രോഗത്തിന് മാസത്തിലും ആഴ്ചയിലുമായി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് പോവുകയാണ്. ഉസ്താദെ എന്റെ പൊന്നു പെങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ ചെറിയ ചെറുപ്പക്കാരൻ റഹ്മാനായ റബ്ബേ നീയാണ് ഷാഫി. നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. രോഗം കൊടുത്ത നീയാണ് ശിഫ ഉള്ളത്. നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് ശിഫ ഉള്ളത്. റഹ്മാനായ റബ്ബേ ഏത് ഡോക്ടറെ കൈവഴിഞ്ഞാലും റബ്ബായ നീ കൈവഴിയണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ രോഗികളുണ്ടോ ഷാഫിയായ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ്
മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കടം വീടാൻ ഒരു പ്രവർത്തകൻ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആയിരക്കണക്കിന് തുതിനീരുകള് പാവപ്പെട്ട ഞങ്ങളെ മരിച്ചവരെ ഞങ്ങൾ ഇടവരവരെ അതിന്റെ റഹ്മാനായ റബ്ബേ, പാവപ്പെട്ട എന്റെ പിതാവ് കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ഈ റമദാനിൽ ഇങ്ങനെ ഒരുപാട് ആളുകളെ മണ്ണെണ്ണയുടെ കൊണ്ടുവച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് നിനക്കൊരു കുറവ് വരാനുണ്ടോ? സന്തോഷിച്ച് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് ഞങ്ങൾക്ക് അല്ലാഹു തആല കടം വീട്ടി കൊടുക്കട്ടെ. ഉള്ളാളെ ബാബു പറയാറ് കടം വീടേണ്ട ആളുകള് നല്ലോണം സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തആല നമുക്കെല്ലാം കാവൽ നൽകുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ നമ്മളെ സിമന്റൊക്കെ തരാൻ പറ്റിയ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കയറി ഇരുന്നാലും ഒരു 1000 പറഞ്ഞാൽ ഒരു 10 ചാക്ക് തരാൻ വേണ്ടിയിട്ട് ഉസ്താദെ ഒരു ചാക്ക് ഒരൊറ്റ ചാക്കെങ്കിലും ഞാൻ ആ പണി തീരുന്നൊക്കെ കൊടുക്കാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. എല്ലാവർക്കും ആളാണല്ലോ ഇവിടെ ദ്വാരക്കാരൻ. ഞാനൊന്നിനും പറ്റാത്തതാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. പക്ഷെ നിങ്ങളെ ഒരാളാണ്. അതുകൊണ്ട് ഒരു ചായ 2 ചായാലോ 10 ചായാലോ എനിക്ക് വീട് കെട്ടാനല്ല, നമ്മളെ പള്ളിയുടെ പണി ബാക്കി പൂർത്തീകരിക്കാൻ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒന്ന് തുടങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാര്യമല്ല. സ്വകാര്യം പറയാൻ നല്ലൊരു സംഖ്യ വീണ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പള്ളിക്കെട്ട് പറ്റൂലല്ലോ. നമ്മളെ ഇവിടുത്തെ സെക്രട്ടറി എന്താ പറയുക പേര് മുഹമ്മദ് ബന്ധപ്പെട്ടാൽ മതി, സാധനങ്ങളൊക്കെ തിരിച്ചു വിട്ടു. തെളിവ് സഹിത ചെല്ലുമാണെന്ന് എല്ലാരും കൂടി ചെല്ലേണ്ട ഒരാളതെല്ലാം അറിവുള്ളൂ. അല്ലാഹു തആല നമുക്കൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുത്തനത്താണിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരാള് പറഞ്ഞു, ഉസ്താദേ എന്റെ കൂടെ കച്ചവടത്തിൽ ഷെയർ ഉണ്ടായിരുന്ന ആളെ എന്നെ വല്ലാതെ വഞ്ചിച്ചു. 2 കോടി ഉറുപ്പിക അദ്ദേഹം എന്റെത് പറ്റിച്ചിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ എടത്തനാട്ടുകാരെ പള്ളിക്ക് നല്ലൊരു സംഭാവന അല്ലാഹു തആല തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിച്ചു ഏതാ എന്റെ എടത്തനാട്ടുകാരാ? എടത്തനാട്ടുകാരാണ് എടവണ്ണന്റെ വേറൊരു കൂപ്പി മണ്ണാർക്കാട് മണ്ഡലത്തില് മുജാഹിദ് മാത്രം ഒരു 30 മഹല്ല് മുജാഹിദാണ്. അള്ളാന്റെ തോഫീക്കോട് കൂടെ ഒറ്റ സുന്നീനെ അള്ളാഹ് അവിടെ പഠിച്ചിട്ടില്ല. ഇതുവരെ 60 കൊല്ലം മുമ്പ് നമ്മളെ പള്ളിയൊക്കെ പിടിച്ചടക്കിയ എല്ലാ ഓല കയ്യിലാണ്. അവിടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 20 ലക്ഷം റുപ്യ സ്റ്റാർട്ടിങ്ങിന് കൊടുത്ത് ഒരു 1 കോടി റുപ്യോളം വില മതിക്കുന്ന ഒരു പള്ളി ഉണ്ടാക്കി. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. അതിന് ആരൊക്കെ സംഭാവന ചെയ്തു അവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകട്ടെ. അൽഹംദുലില്ലാഹ് 2 കൊല്ലമായിട്ട് ഞാനാണ് അവിടെ ദുർസലസത്. 25 കുട്ടികളുണ്ട്. 1 റുപ്യ കടൽ എന്ന് കരുതി ബാക്കവിന്റെ കയ്യിൽ നല്ല ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട, കിട്ടണീനനുസരിച്ച് ചെലവാക്കുക. അല്ലാഹു തആല അതിനെ സഹായിക്കുന്നവർക്കൊക്കെ പ്രതിഫലം തരട്ടെ. അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പിന്നെ മുജാഹിദായാലും കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കൂല. നിങ്ങൾക്ക് അറിയാം, ഒരു മരിച്ചൊരിക്കലെന്നൊരു കാര്യം ചെയ്തു കൊടുക്കാത്തവരെ പിന്നെ ജീവിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും കിട്ടൂല. അപ്പോ അതിങ്ങനെ ഈ തൊള്ളപ്പൊട്ട് കിട്ടണൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുക. കടല്ലാതെ അല്ലാഹു തആല മുന്നോട്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാനുള്ള ആരെങ്കിലും സിമന്റ് തരാൻ പറ്റി
ഇല്ല, ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ. സഖാഫിസ്ത വന്ന പിന്നെ വയലക്കാണ് കാണും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, സലാദത്തുൻ മിൻ അഖ്ലാഖിൽ ജന്ന ലാ തുജദു ഇല്ലാ ഫിൽ കരീം. മാന്യന്മാരായ ആളുകളിൽ നിന്ന് മാത്രം പ്രകടമാകുന്ന മാന്യന്മാരുടെ അടയാളമായി 3 കാര്യങ്ങളുണ്ടെന്ന് ലാ തൂജദു ഇല്ലാ ഫിൽ കരീം. അത് മാന്യന്മാരിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതാണ് റസൂലുള്ള പറഞ്ഞ 3 കാര്യങ്ങൾ? ആ 3 കാര്യമുള്ള ആളുകൾ സ്വർഗത്തിന്റെ അവകാശികളുടെ സ്വഭാവമാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓ രെ, നിങ്ങളോട് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. ഓ എന്റെ ഉസ്താദുമാരെ, നിങ്ങളെപ്പോലെ വലിയ കിതാബെന്ന് ഞാൻ ഓതിയിട്ടില്ല. എനിക്ക് കിട്ടിയ ഒരു ഇൽമിന്റെ ശകലം മാത്രം പറയത്തുള്ളൂ. സലാദത്തുൻ മിൻ അഖ്ലാഖിൽ ജന്ന. 3 കാര്യം സ്വർഗാവകാശികളുടെ സ്വഭാവമാണ്. ലാ തൂജദു ഇല്ലാ ഫിൽ കരീം. അത് മാന്യന്മാരിൽ നിന്നല്ല ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി പറയുന്ന 1ാമത്തെ കാര്യം ഏതാണ്? ഇങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകൾ, ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകൾക്ക് തിരിച്ച് നന്മ ചെയ്യുക. ഇങ്ങോട്ട് നന്മ ചെയ്യാത്ത ആളുകൾക്ക് അങ്ങോട്ട് നന്മ ചെയ്യുക. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, 2ാമതോ വൽഅഫു അമ്മൻ വലമഹു. ഇങ്ങോട്ട് ആക്രമിച്ച ആളുകൾക്ക് അങ്ങോട്ട് മാപ്പ് കൊടുക്കുക. ഇങ്ങോട്ട് തല്ലിയവനെ തിരിച്ചതെല്ലാം പോവാതിരിക്കുക. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞവനെ തിരിച്ച് ചീത്ത പറയാതിരിക്കുക. ഇങ്ങോട്ട് നമ്മുടെ പ്ലസ്കോട് കീറിയ ആളുകളെ പ്ലസ്കോട് തിരിച്ച് കീറാതിരിക്കുക. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ആക്രമിച്ചയാളുകൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന സ്വഭാവം അത് സ്വർഗത്തിന്റെ സ്വഭാവമാണ്. നിങ്ങൾ വിചാരിച്ചോ നമുക്ക് വൈക്കോലി കിട്ടാഞ്ഞിട്ടാണെന്ന്? നമ്മൾ വിചാരിച്ചോ വൈക്കോല് കൊണ്ട് കോല ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന്? ഉണ്ടാക്കിയ കോല കത്തിക്കാൻ പെട്രോൾ ഇല്ലാഞ്ഞിട്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അല്ല അല്ല, അത് മാന്യന്മാരുടെ സ്വഭാവമല്ല. വൽഅഫു അമ്മൻ വലമഹു. മാപ്പ് ചെയ്യണോ? ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. നബി തങ്ങളുടെ അവസാനത്തെ വാക്കാണ് വൽ ബദറു ലിമൻ ഹറമഹു. ഇങ്ങോട്ട് തരാത്ത അങ്ങോട്ട് കൊടുക്കുക. ആരുടെയെങ്കിലും അടുക്കൽ നമ്മളെ സംഭാവനക്ക് പോയി, ഞങ്ങൾക്കൊരു മദ്രസയുടെ പണി നടക്കുന്നുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കുമോ? നിങ്ങളെ മദ്രസ സംഭാവന പോയിട്ട് കാശ് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് തിരികെ വരുന്നു. എന്നാ പിന്നെ നീ തരാത്തവനെന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നതിന് പകരോ നമ്മളെ കൊണ്ട് കഴിയുന്നതുപോലെ അദ്ദേഹത്തോട് സഹകരിക്കുന്നവനാണോ? വൽബദറു ലിമൻ ഹറമഹു. ഇത് മാന്യന്മാരുടെ സ്വഭാവമാണ്. ഒരു ദിവസം നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. എന്നിട്ട് ആ സ്വഹാബി നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, ഇന്നലി അർഹാമൻ അസിലു വയഖതഊനി. നബിയെ,
നബിയെ എനിക്ക് ചില കുടുംബങ്ങളുണ്ട്, ചില ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളോട് ഞാൻ നല്ലപോലെ വർദ്ധിക്കുന്നവനാണ്, അവരോട് ഞാൻ ബന്ധം പുലർത്തുന്നവരാണ്. പക്ഷേ അവരെ തിരിച്ച് എന്നോട് ബന്ധം പുലർത്താറില്ല. ഞാൻ മിണ്ടിയാലും അവരിങ്ങോട്ട് മിണ്ടാറില്ല. ഞാൻ അവർക്ക് മാപ്പ് ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചാക്രമിക്കുകയാണ്. ഓ ഞാൻ അവർക്ക് തിന്മ ചെയ്യുമ്പോഴല്ല, അവരെ തിരിച്ച് തിന്മ ചെയ്യുകയാണല്ലോ. ഇങ്ങനത്തെ ഒരു കൂട്ടുകുടുംബത്തിൽ കൊണ്ടുവരികയെ വിധങ്ങളോട് ചോദിക്കുന്നതിനെ ഞാൻ പകരം വീട്ടിക്കോട്ടെ, അവരെ ആക്രമിക്കുന്നതിന് പകരം തിരിച്ചക്രമിച്ചോട്ടെ, അവരെ ചീത്ത പറയുന്നതിന് പകരം ഞാൻ ചീത്ത പറഞ്ഞോട്ടെ, അവരെ വേദനിപ്പിക്കുന്നതിന് പകരം ഞാൻ തിരിച്ച് വേദനിപ്പിച്ചോട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബി ചോദിക്കുന്ന നേരം നബിതങ്ങൾ പറഞ്ഞു, വേണ്ട മോനെ, വലാകിൻ ഖുദുബിൽ ഫദ്ലി വസ്ലൂ, ഓ മോനെ നീ അവരോട് നല്ല പോലെ വർദ്ധിച്ചോളൂ, അവരോടുള്ള ബന്ധം നീ പുലർത്തിക്കോളൂ. അവരെ പറയുന്നതിന് തിരിച്ചും മറുവാക്ക് പറയേണ്ടതില്ല, അവരെ നിന്നെ ആക്രമിച്ചതിന് തിരിച്ചാക്രമിക്കേണ്ടതില്ല. ഫഇന്നഹു ലൻ യസാല മഅക ളമീറുൻ മിനല്ലാഹി മാ കുൻത അലാ ദാലിക. ഈ ഒരു ശൈലി എത്ര കാലം സ്വീകരിക്കുന്നുണ്ടോ, നീ നീതാത്ത ആളുകളോട് എത്ര കാലം നീന്തുന്നുണ്ടോ, എന്നാൽ ആ സ്വഭാവം മുന്നിലുണ്ടാകുന്ന കാലത്തോടോ അല്ലാഹുതആലയുടെ സഹായം എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് സ്വർഗമാണ് നമ്മുടെ ഉദ്ദേശം, നരകം നമുക്ക് സഹിക്കാൻ കഴിയൂലവരോ. നമ്മളെ മദ്രസ ഉണ്ടാക്കിയത് എന്തിനാണ്? മദ്രസയ്ക്ക് വേണ്ടി സംഭാവന കൊടുത്തത് എന്തിനാണ്? കാന്തപുര ഉസ്താദ് എണീറ്റിരുന്നത് എന്തിനാണ്? സാദാത്തുക്കൾ വന്നപ്പോൾ കൈപിടിച്ച് മുട്ടിയത് എന്തിനാണ്? വിധങ്ങളെ പേര് കേട്ടപ്പോ സ്വലാത്ത് ചൊല്ലിയത് എന്തിനാണ്? നാളെ ആഖിറത്തിലുള്ള വിജയമുണ്ട്. അവിടെ പരാജയപ്പെട്ടാൽ ഇവിടത്തെ കണ്ടൂറവുള്ള വല്ല ഫലവുമുണ്ടോ? ഇവിടത്തെ വയലുകൊണ്ട് വല്ല ഫലവുമുണ്ടോ? അല്ലാഹുവേ, ഞങ്ങളെ പാവങ്ങളാണ്, ഞങ്ങളെ കൈയെടുത്തു പറയാനൊരു അമലുമില്ല. പക്ഷേ ഞങ്ങളുടെ മുഴുവന് ആലിമീങ്ങളെയും ആദരിച്ചവരാണ്, ഞങ്ങളെയും സ്വീകരിച്ചൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചത് എന്താണ് നബിയേ? അഖ്ബിർനി മിനൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് പോകണോ, നരകത്തിൽ നിന്ന് ദൂരെയാകണോ? കാരണം നരകത്തിൽ കടക്കാൻ കൂടുതൽ തെറ്റൊന്നും ചെയ്യല്ലോ. ചില തെറ്റ് അല്ലാഹു പൊറുത്തതമില്ലെങ്കിൽ, അല്ലാഹുവിന്റെ പതിവില്ല എങ്കിൽ നരകത്തിൽ കടക്കണല്ലോ. നമുക്കൊരു ചിന്തയാ, ഞാൻ കണ്ടുപിടിക്കാറില്ലല്ലോ, ഞാൻ വ്യഭിചരിക്കാറില്ലല്ലോ, ഞാൻ അനാവശ്യങ്ങൾ വലുവനും ചെയ്യാറില്ലല്ലോ, ചെറിയ ചെറിയ തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇല്ല മക്കളെ, നമുക്ക് സമാധാനിക്കാനൊരു ഭാവമില്ല. ഈ ചെറിയ തെറ്റിലെന്നെ അള്ള പൂർവ്വമില്ലെങ്കിൽ നാളെ നരകത്തിൽ കടങ്ങൾ കിടക്കേണ്ടി വരും. അള്ള കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മഹാനായ വിധങ്ങൾ വളവതെന്താണ്? നരകത്തിൽ കടക്കാൻ കാരണക്കാരിയായി ഒരു പെണ്ണ് ചെയ്ത തെറ്റെന്തെന്നറിയോ? വീട്ടിൽ വളർത്തിയിരുന്ന പൂച്ചയെ കെട്ടിയിട്ടതിന്റെ വീട് ആ നരകത്തിൽ കടക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി പൂച്ചക്കാരൻ
തന്നു കൊല്ലുന്നേ നരകമറക്കുന്നേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇതങ്ങളെ പറഞ്ഞ വാക്കാണല്ലോ. ഒരു പൂച്ചയെ പട്ടിണി കെട്ടിവെച്ചതിന്റെ ആ പെണ്ണ് നരകത്തിലേക്ക് കേണ്ടി പ്രാണികളെ പോലും വേദനിച്ചാൽ അതിന് പകരം കെട്ടേണ്ടത് നരകമാണ്. അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് നല്ലൊരു അമൽ പറഞ്ഞു തരുന്നു. എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്നൊരാളോ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നൊരാളന് ഒന്നും പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികളെ ചോദിക്കുമ്പോ ആ സ്വഹാബത്തിനോട് പറഞ്ഞതെന്താണ്? അൻത അബ്ദുല്ലാഹ്, നീ റബ്ബിനെ മാത്രം ആരാധിച്ചോടണോ, റബ്ബിനെ മാത്രം സുജൂദ് ചെയ്തോടണോ, റബ്ബിനെ മാത്രം നിസ്കരിച്ചോടണോ. അല്ലാഹു തആല പറഞ്ഞ ആരാധന കർമ്മങ്ങളെ ജീവിതത്തിൽ നിർവഹിച്ചോടണോ. ഞാൻ ചോദിക്കട്ടെ എന്റെ പൊന്നുമക്കളെ, നമ്മൾ ബാങ്ക് വിളിച്ച പള്ളി പോയിരുന്നല്ലോ ഒരാഴ്ച മുമ്പ്. പള്ളിയിൽ ബാങ്ക് വിളിച്ച ക്യാരം ബോർഡ് വെക്കാൻ നമ്മളെ കിട്ടില്ലായിരുന്നു. പള്ളിയിലെ ബാങ്ക് വിളിച്ചാൽ ആ പള്ളിയിലേക്ക് നമ്മളെ ചെല്ലുപോയിരുന്നു. പരിശുദ്ധ റമദാനിൽ ചിന്ത അങ്ങനെയല്ലയോ? ആ റമദാന് കഴിഞ്ഞപ്പോ ഇപ്പൊ പള്ളിയിലെ ബാങ്ക് നമുക്ക് അലർജിയാണല്ലേ. അല്ലാഹു പറഞ്ഞ ഇബാദത്ത് പൂർണ്ണമായി നിർവഹിക്കുക. നീ റബ്ബിനെ 5 നേരം സുജൂദ് ചെയ്തോളണോ, അതിന് ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലിക്കോളണോ എന്നല്ലാതെ SSFന്റെ ആവേശം കാണിച്ചതുകൊണ്ട് മാത്രം നിനക്ക് യഥാർത്ഥ മുസ്ലിമാവാൻ കഴിയൂല. ഇവിടെ കനത്ത ആളുകൾ ഉണ്ടായത് കൊണ്ട് പറഞ്ഞതല്ല. ഓ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളെ ഞങ്ങളെ ഗ്രൂപ്പുകാരാവണമെന്നില്ല. പക്ഷേ നിബിതങ്ങളുടെ പ്രഖ്യാപനം നിങ്ങൾക്കും ബാധകൻ തന്നെയാണ്. റബ്ബിനെ ആരാധിച്ചോളണോ, റബ്ബിന്റെ കൂടെ മറ്റൊരാളെയും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ ആരാധനയും മറ്റൊരാളെ പങ്കു ചേർക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നുക, എന്നിട്ടെന്തിനാ മുസ്ലിയാരെ നിങ്ങൾ നിബിതങ്ങളെ പേര് വിളിച്ച് ഇസ്തിഗാസ ചോദിക്കുന്നത്? എന്തിനാ ശൈഖ് ജീലാനി തങ്ങളെ പേര് വിളിച്ച് സങ്കടം പറയുന്നത്? എന്തിനാ നിങ്ങളെ പുറങ്ങളുടെ വിഷയത്തിൽ മമ്പറത്ത് പോയി സങ്കടം പറയുന്നത്? ഓ അത് ആരാധനയല്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയുകയാണ്, മഹാനായ ബദരീങ്ങളോട് സങ്കടം പറയുകയാണ്, ശൈഖ് ജീലാനി തങ്ങളോട് സങ്കടം പറയുകയാണ്. എന്തിനു വേണ്ടി സങ്കടം പറയണം? നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചെടുക്കാൻ മഹാന്മാര് മുഖാന്തര റബ്ബിനോട് പറയുന്നു. കാരണം അല്ലാഹു തആല ദീൻ നൽകിയതെങ്ങനെയാ, അല്ലാഹു ഖുർആൻ നൽകിയതെങ്ങനെയാ, അല്ലാഹു ദീൻ പഠിപ്പിച്ചതെങ്ങനെയാണ്? നേരിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നു ഇവിടെ വന്ന് അല്ലാഹു പ്രഖ്യാപനം നടത്തുകയല്ല. ജിബ്രീലിനെ ഒരു ആളുകളുടെ അടുക്കിലേക്കും അല്ലാഹു പറഞ്ഞു വിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു തആല ദീനിന്റെ ദഅവ നടത്തിയത് നമ്മുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞു, സൃഷ്ടാവായ അവരുടെ ഇടയിലുള്ള മധ്യവർത്തി നിങ്ങളാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ നിങ്ങൾ പഠിപ്പിക്കണം ഞാൻ ആരാണെന്ന്, നിങ്ങൾ പഠിപ്പിക്കണം സ്വർഗ്ഗമെന്താണെന്ന്, നിങ്ങൾ പഠിപ്പിക്കണം നരകമെന്താണെന്ന്, നിങ്ങൾ പഠിപ്പിക്കണം ഹിസാബിന്റെ സാക്ഷികൾ, നിങ്ങൾ പഠിപ്പിക്കണം ഖബറിലുള്ള വശങ്ങൾ. ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങളുടെ മുഖേനയോ നമ്മളെല്ലാവരും പഠിച്ചുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ ഹജ്ജിന് പോകാറുണ്ട്,
സമയം എന്തിന് മദീനത്ത് പോകണമെന്ന് ചിന്തിക്കുന്ന വഹാബികളുണ്ട്. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമുക്കൊരാൾ പറയാ, മോനെ നിങ്ങളുടെ പള്ളിയുടെ സംഭാവനയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പള്ളിയുടെ പുരോഗതിക്ക് വേണ്ടി ഒരു 500 ചാക്ക് സിമെന്റെങ്കിലും തരുന്നൊരു മുതലാളിയുണ്ട്, നിങ്ങൾ അയാളെ പോയി കണ്ടോളൂ എന്ന് എന്നോട് പറയപ്പെട്ട ഞാൻ ആ മുതലാളിയുടെ അടുക്കൽ പോയി സംഭാവന വാങ്ങി തിരിച്ചു വരുമ്പോ അയാളുടെ പേരാര് പറഞ്ഞതെന്നോ അദ്ദേഹത്തോടൊന്ന് വിളിച്ചു ചോദിക്കൽ മര്യാദയല്ലേ എന്ന പോലെ കൈബാലയത്തിൽ ബഹുമാനമുണ്ട്, കൈബാലയത്തിലെ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്, കൈബാലയത്തിൽ ഉംറ നിർവഹിച്ച പ്രതിഫലം കിട്ടേണ്ടതുണ്ട് എന്നും മദീനയിൽ കിടക്കുന്ന ഒരു രാജാവ് പറഞ്ഞു വരുമ്പോ അവിടെ വന്ന് ഹജ്ജം ചെയ്ത് കൂടി വാങ്ങാൻ തിരിച്ചു പോരുമ്പോ നേതാവിനെ ഒന്ന് കാണാൻ അവിടെ കൊന്നൊരു സ്ഥലം പറയാ വഹാബികളെ നന്ദി കെട്ടവരായി പോയല്ലോ. റഹ്മാനായ റബ്ബേ അവർക്കിനിയും നല്ല ബുദ്ധി നൽകണമാണ്. ഓ എന്റെ സഹോദരന്മാരെ ഞാൻ നിർത്തോ കടക്കണമെങ്കിൽ ശിർക്ക് വെക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് വിധങ്ങൾ പറഞ്ഞത് നിസ്കാരം പൂർണ്ണമായി നിർവഹിച്ചോളണോ, 5 വക്ത നിസ്കാരം എക്കാലത്തും നിർവഹിച്ചോളണോ. അത് റമദാനിന്റെ പ്രത്യേകതയില്ല. പള്ളി മുനാരെല്ലാം വിളിക്കുമ്പോ ആ പള്ളിയിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കോളണോ. എന്നാ നിനക്ക് സ്വർഗത്തിലോട്ട് വരില്ലോ. സ്വർഗത്തിലാ നിസ്കാരം നിലനിർത്തിയ ഹബീബായ നിമിതങ്ങളുള്ളത്, അവിടെയാ ഭൂപക്കരതങ്ങളുള്ളത്, അവിടെയാ ഖത്താബതങ്ങളുള്ളത്, അവിടെയാ മഹാന്മാരായ ഔലിയാക്കൾ മുഴുവനുമുള്ളത്. 95 വർഷക്കാലയളവില് സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത എല്ലാ മുഹാബിസ്കാരം എത്രക്കാറ്റ് നിസ്കരിച്ച എല്ലാ ദിവസവും വിതുര നിസ്കാരം 11 റക്അത്ത് നിർവഹിച്ചിരുന്നു മഹാനായ താജുൽ ഉള്ളാളത്തപ്പ പറയുന്നത്, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തണേ റഹ്മാനേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, അവിടുത്തെ കാവലി ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളെ കൈ വെറുതെ പറ്റിക്കളയല്ല. شيخنا يا ذخرنا قد أتينا بابكم يا شيخ تاج നിങ്ങളെ കേട്ടതുപോലെയല്ല താജുലുലമയുടെ ജീവിതോ, നമ്മൾ മനസ്സിലാക്കിയതല്ല താജുലുലമയുടെ ജീവിതോ. ആ താജുലുലമ ഒരു ഭാഗത്ത് സ്വർഗ്ഗലോകത്ത് പാവങ്ങളായ ആളുകളോട് നല്ലപോലെ പരിവർത്തിച്ച് നല്ലപോലെ കാര്യങ്ങളൊന്നും കഥാവാദം മരണപ്പെട്ടുപോയ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് പോയി കിടക്കാനുള്ളത് സ്വർഗമാണ്. ആ സ്വർഗത്തിലാണ് മഹാന്മാരുള്ളത്. നിസ്കരിച്ചവരെല്ലാം ആ സ്വർഗത്തിലാണ്. ഇവിടെ സാന്തോന്നിത്തം ചെയ്ത് ആലിമീങ്ങളെ പച്ചറച്ച് വന്നിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകണമല്ലേ, അതിന് പാണക്കാട്ട് തങ്ങളെ പേര് പറയണമല്ലേ, അതിന്റെ പേര് പറഞ്ഞ് ഉള്ളാളാളെ തങ്ങളെ കുറ്റപ്പെടുത്തണമല്ലേ. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഒരു കുണ്ടാരാമണ റബ്ബുതആല തയ്യാറാക്കിയിട്ടുണ്ട്. അത് നരകമായ കുണ്ടാരമാണ്. നരകമാകുന്ന കുണ്ടാരത്തിലുള്ള നേതാക്കന്മാരാരാ? അത് ഫിർഔൻ ചാച്ചനാരിന്റെ കൂടെയുള്ളത്, ഹാമാനാരിന്റെ കൂടെയുള്ളത്, നമ്രൂദാരിന്റെ കൂടെയുള്ളത്, അബൂജഹലാവിന്റെ നേതാവായിട്ട് വരുന്നത്. അങ്ങനത്തെ നേതാക്കന്മാരെ നിസ്കരിക്കാത്ത ആളുകൾ അവരെ കൂടെ പോണോ? എനിക്ക് നീ നിസ്കരിക്കണമെന്നില്ല, നിന്നെ നിസ്കരിച്ചോടോ
5 വക്ത നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുക. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ ഉപ്പമാരെ ചൊല്ലിക്കോളൂ സ്വലാത്ത്. കാരണം നമ്മുടെ ഇരുത്തം മുഹമ്മദുർ റസൂലുള്ളാഹ് കാണുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് തങ്ങളെ കേൾക്കുന്നുണ്ട്. ഞാനിവിടെ ശബ്ദിക്കുന്നത് ഞങ്ങളെ നേതാവ് കാണുന്നുണ്ട്. ആ നേതാവ് ജീവിതത്തില് മാത്രമല്ല വഫാത്തിന് ശേഷവും നമ്മെ നിരീക്ഷിക്കുന്ന ഒരു നേതാവാണ്. 5 വക്ത നിസ്കാരത്തിൽ നമ്മൾ ആ നേതാവിന് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയ്യൂ എന്നൊരു സലാം ഞാൻ പറഞ്ഞാൽ, ഞാനും നിങ്ങളും പറഞ്ഞാൽ മദീനയുടെ രാജാവ് മടക്കുകയാണ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അതുകൊണ്ട് ചൊല്ലണേ ആ സ്വലാത്ത് വെച്ചിട്ടാ നമുക്ക് ദുആയിരക്കാനുള്ളത്. എത്രയോ ആളുകൾ വിഷമം സഹിക്കുമോ അവർക്കൊക്കെ നമ്മൾ ദുആയിരക്കാമെന്ന് വാക്ക് കൊടുത്തില്ലേ? എത്ര ആളുകളെ സങ്കടം പറയുമ്പോഴും ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ പൊന്നുമോനെ ഹിക്മയിൽ പഠിക്കുന്ന മുതഅല്ലിമാണ്. ഉസ്താദെ വയറ് സംബന്ധമായ രോഗമുണ്ട്, അല്ലാഹുവേ ശിഫ നൽകണേ റഹ്മാനേ. ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഞങ്ങള് ദീനിന് വേണ്ടി ഓടി നടക്കുന്നത് ആരോഗ്യമുണ്ടായത് കൊണ്ട്. കാന്തപുരം വരുമ്പോൾ ഞങ്ങളിവിടെ ഓടിയെത്തിയത് ഞങ്ങൾ ആരോഗ്യമുണ്ടായതുകൊണ്ടാണ്. മരണം വരെ ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തുന്നേ റഹ്മാനേ. ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ ആരോഗ്യം നമ്മൾ മദ്യപാനത്തിന് പോകരുത്, നമ്മൾ പോകരുത്. നമ്മൾ ബൈക്ക് യാത്രയിൽ കയറുമ്പോ സൂക്ഷിച്ച് യാത്ര പോയിക്കോളണോ, അതേ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചോളണോ. ഞാനും നിങ്ങളും അപകടപ്പെട്ട് കയ്യും കാലും അങ്ങ് മുറിഞ്ഞാലും അവിടെ നീര് പിടിക്കുന്നത് നമ്മൾ ഉമ്മയാണ് കേട്ടോ. ഉമ്മായ വേദനിപ്പിക്കരുത്. ശ്രദ്ധയില്ലാതെ പോകുമ്പോ ഉമ്മാന്റെ മനസ്സ് നിങ്ങളെ ചീറിപ്പായാലോ എന്തുകണ്ട എടുത്ത് തുള്ളലുമെല്ലാം അതൊക്കെ നിങ്ങളൊരു ആരോഗ്യത്തിന്റെ വിഷയത്തിൽ വരും. നിങ്ങളെ രക്തത്തുറപ്പിൽ വന്നുപോയതാണ്. പക്ഷേ ഒന്ന് നിലതെറ്റിപ്പോയാ, തലയടിച്ചങ്ങ് വീണുപോയാ നിശ്ചലമായി കിടക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ ഞാൻ ഓർക്കുന്നു, ഞാൻ എന്റെ മകനെയും വെച്ച് യാത്ര പോകുമ്പോ വീട്ടിൽ നിന്നങ്ങ് ഇറങ്ങിയിട്ടില്ല. മുമ്പില് ബൈക്കിലിരുത്തിയ മകനെ പെട്ടെന്ന് മുമ്പിലേക്ക് വണ്ടി ഓടിച്ചപ്പോ അവന്റെ കാല്, അതേ ആ കാല്, അവന്റെ കാല് സ്റ്റെയറിംഗിന്റെ ഉള്ളിലങ്ങ് കൂടുകയാണ്. വാഹനത്തിന്റെ മുമ്പിൽ കൂടുകയാണ്. ആന്റണിന്റെ ഉള്ളിൽ കുടങ്ങിയപ്പോൾ അവൻ കരഞ്ഞുവോ. പിന്നെ എനിക്ക് നിയന്ത്രണം വിട്ട് വണ്ടി അങ്ങ് വീണോ. സുബ്ഹാനല്ലാഹ്, ഒന്നും പറ്റി. പിന്നീട് ആലോചിച്ച് വണ്ടിയെന്നാനോ കുഞ്ഞുമോന്റെ കാലിലേക്കാണ് വീട്ടിലെങ്കിൽ സാധിച്ചിരുന്നുവെങ്കിൽ പൊട്ടിക്കിടക്കൂലയോ. ചെറിയ ഇളം പ്രായത്തിലെ മക്കളല്ലേ, ആ മക്കളെ കാലിലെങ്കിലും പറ്റിയാലോ, ആ മക്കളെങ്കിലും പറ്റിയാലോ എന്നും വികലാംഗനായി കിടക്കേണ്ടി വരുമല്ലോ. അതിന്റെ കാരണം എന്റെ ഉമ്മയാണ്. ഉമ്മ അല്ലാഹുവിനോട് ദുആയിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹു ആക്കട്ടെ, ബദരീങ്ങളെ കാവല് കിട്ടട്ടെ. ഉമ്മായുടെ പ്രാർത്ഥനയാണ് പൂർണ്ണമായി നമുക്ക് ലഭിച്ചത്. അല്ലാഹുവേ, വലിയ അപകടങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനേ. ഞങ്ങളെ തളർന്നു പോയാൽ ഞങ്ങളെ കുടുംബം പട്ടിണിയായി പോകും. ഞങ്ങളെ
ഞങ്ങൾ പാവങ്ങളാണ് റബ്ബേ. ദിവസം ഞങ്ങൾ യാത്ര പോകുന്നവരാണ്. ഞങ്ങൾക്ക് താജുലുമുള്ള ആളത്തപ്പാപ്പയടക്കമുള്ള മഹാന്മാരുടെ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമല്ലോ. നിങ്ങൾക്കറിയില്ലേ, നോമ്പിന്റെ തൊട്ടുമുമ്പ് മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ പഠിപ്പിക്കുന്ന മുജീബ് ഹസൻ ആക്സിഡന്റ് പറ്റിയിട്ട് സുബ്ഹാനല്ലാഹ് മെഡിക്കൽ കോളേജിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നോമ്പും കവായില്ല. പക്ഷേ ഈ റമദാൻ നോമ്പനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. രോഗം വന്നാലെ സമാധാനിപ്പിക്കേണ്ടത് ആദ്യം ഉമ്മയാണ്. ഉമ്മയാ കിടന്നോളത്തുന്ന മൂത്രമൊഴിക്കുമ്പോൾ കരികി തരാൻ ഒരു അറപ്പമില്ലാതെ നമ്മൾക്ക് വരാറുള്ളതെങ്കിലും ഉമ്മയുടെയും വെല്ലുവിളി കിടപ്പിലാണ്. പിന്നെ സഹായിക്കാനുള്ളത് ഭാര്യ. വാഹനത്തിൽ പെട്ടുപോയതാണ്. പിന്നെ സമാധാനിപ്പിക്കാൻ കുഞ്ഞു മക്കളാ. മക്കളും വിഷമത്തിലാണ്. റഹ്മാനായ റബ്ബേ, നീയാണ് ഷഫിയായി നിന്നോട് എല്ലാവരും ചോദിക്കുകയാണ്. ആരൊക്കെ അപകടങ്ങളിൽപ്പെട്ട വേദന കടിച്ചമർത്തുന്നുണ്ടോ മുഴുവൻ ആളുകൾക്ക് നീ ശിഫാഅ നൽകണം റബ്ബാനേ. ഞങ്ങൾക്ക് പരിചയമുള്ളവരും അല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ദുആയിരക്കുന്നത് എന്നറിയോ. അതുപോലെ വലിയ വിപത്തുകളൊന്നും ഞങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞങ്ങൾക്ക് നീ അവര് വരണേ അല്ലാഹ്. നിങ്ങളെ ഞാൻ ആരെയും വിഷമിപ്പിക്കുകയല്ല. നിങ്ങളോട് കുറെ എനിക്കൊരു താല്പര്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട സഖാഫിസ്ഥാന് വരുന്നത് വരെ എന്തെങ്കിലും അതുകൊണ്ട് എണീറ്റ് നിന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താൻ ഞങ്ങളോട് ചോദിച്ചത് സ്വർഗം കിട്ടാനെന്ത് വേണോ, നരകത്തിൽ നിന്ന് അവന് കിട്ടാനെന്ത് വേണോ. അവസാനം പറഞ്ഞത് കുടുംബങ്ങളോട് നല്ല പോലെ വർത്തിച്ചോളണോ. എല്ലാ കുടുംബങ്ങളോട് പോലെ ഉപ്പാന്റെ കുടുംബമെന്ന വിവേചനമില്ല, ഉമ്മയുടെ കുടുംബമെന്ന വിവേചനമില്ല. എല്ലാവരോടും നല്ല പോലെ വർത്തിക്കുക. ഇതിലേക്ക് സ്വർഗത്തിൽ പോകാനുള്ളൊരു മാർഗമാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കുടുംബബന്ധം മുറിച്ചവനാരാഞ്ഞ സദസ്സിലുണ്ടായോ ആ സ്ഥലത്ത് റഹ്മത്തിറങ്ങൂലകട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല മനസ്സ് നൽകണം റഹ്മാനെ. ഒരു കാലത്ത് ഞങ്ങൾ ആരെയും നീ അഹങ്കാരികളാകല്ലേ റഹ്മാനെ. മുഅ്മിനീങ്ങളെയൊക്കെ സ്നേഹിക്കണം, എല്ലാവരോടും നല്ല പോലെ വർത്തിക്കണം. ഞങ്ങൾക്ക് ആരോടും പ്രത്യേക വിദ്വേഷമില്ല. പക്ഷേ ഞങ്ങളെ സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വേദനയാണ്. ഞങ്ങളെ ഉസ്താദിനെ പച്ചക്ക് കടിച്ചൂരുമ്പോ ഞങ്ങളെ മനസ്സ് പൊട്ടിപ്പോവുകയാണ്. അവർക്കുള്ള ശിക്ഷ നീ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് നീ നിർമാർഗത്തിലേക്ക് വരാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു താഴോട്ട് വീണ് ആ വെള്ളത്തിൽ താഴ്ന്നു പോവുകയാണ്. ചാകുമെന്ന് കണ്ടപ്പോൾ വിധങ്ങളാണ്
പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ അടിച്ചപ്പോ ഞങ്ങൾ അതിനെ പുറത്ത് പക്ഷേ വീണ്ടും ഈ തേള് വെള്ളത്തിലേക്ക് എന്റെ വീടോ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും എടുത്തു നിമിതങ്ങളെ പറ്റി വീണ്ടും അത് തന്നെ വെള്ളത്തിലേക്ക് വീടോ അല്ലാഹുവിന്റെ റസൂല് വീണ്ടും എടുക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു അല്ല നബിയേ നിങ്ങളെന്തിനാണ് ഇങ്ങനെ തേളിന്റെ പിന്നാലെ പോകുന്നത് നിങ്ങളത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് കൊന്നൂടെ മഹാനായ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ട് ഞാനത് കൂടല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ് നിബിധങ്ങൾ പറയുന്നു ഞാനങ്ങനെ ആകാൻ പാടില്ലല്ലോ പോയാൽ ഞാനും അങ്ങനെയാൽ ഞാനും തേളുമെന്ത് വ്യത്യാസമാണ് ഹബീബായ നിബിധങ്ങൾ ചിന്തിക്കാനുള്ള പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നു ആയതുകൊണ്ട് ഇങ്ങോട്ട് ചെയ്യുന്നവരോട് അതുപോലെ പറയാൻ പാടില്ല അത് മാന്മാരുടെ സ്വഭാവമല്ല നിർത്തട്ടെ അബ്ദുല്ലാഹ് ഇബ്നു അബൂ ഔഫ തങ്ങൾ പറയുന്നു ഞങ്ങളെല്ലാവരും കൂടെ അറഫയുടെ ഭൂമിയിലാണ് ഹബീബായ നിബിധങ്ങളെ ചാരത്ത് പോയിരിക്കുകയാണ് ഉടനെ തന്നെ അറഫയുടെ പ്രഭാഷണത്തിൽ ഞങ്ങൾ എണീറ്റിട്ട് പറഞ്ഞു ലാ യുജാലിസുനി മൻ കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീച്ചു വിളിച്ചോളണം. കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറയുന്നത് ആരാ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ദുആയിരക്കുന്ന ഇടമെവിടെയാ? അറഫയുടെ ഭൂമി. കോടിക്കണക്കിന് മലായികത്തുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അറഫയുടെ ഭൂമിയിൽ വെച്ച് ലോകത്തിന്റെ നേതാവിന്റെ ചോദ്യം ലാ യുജാലിസുനി മൻ ഖാമൻ അംസാ ഖാതിർ റഹീം. കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുക. ബാപ്പാനോട് മിണ്ടുന്നില്ല, ഉമ്മയോട് മിണ്ടുന്നില്ല. ബാപ്പയും ഉമ്മയും മരിച്ചപ്പോ സ്വത്തൊക്കെ വെച്ചപ്പോ ജ്യേഷ്ഠന് കുറച്ച് കൂടുതൽ കിട്ടിയെന്നുള്ളതിന്റെ പേരിൽ ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല. ഇങ്ങനെ കുടുംബങ്ങളോട് കടിച്ചിരുന്ന സ്വഭാവമുള്ള ആളുകള് ഉണ്ടെങ്കിൽ പോയിക്കോളണം. നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതില്ല. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ ആരും ഇവിടെ ഇരിക്കണ്ട. ഇത് കേട്ട് സ്വഹാബികളൊക്കെ തിരിഞ്ഞു നോക്കി ആരും എണീറ്റ് പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രമേ ഓടുകയാണ്. ഒരുപാട് ഓടി പിന്നീട് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തോട് ചോദിച്ചു മാലക ലം യകുൻ അഹദുൻ മിനൽ ഹൽഖത്തി നിനക്കെന്ത് പറ്റി മോനെ? നീയാത്ത ഒരാളും സ്വഹാബികളെ കൂട്ടത്തിൽ നിന്ന് പോയില്ലല്ലോ. നീ എവിടേക്ക് പോയതാണ്? ആ സമയത്ത് സ്വഹാബി പറഞ്ഞു യാ നബി അല്ലാഹ് സമീഅത്തുൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ആയതുകൊണ്ട് എനിക്ക് പിണങ്ങി ഒരു അമ്മായിയുണ്ട്. ഞാൻ ആ അമ്മായിയുടെ അടുക്കലേക്ക് ചെന്നതാണ്. ഞാൻ അമ്മായിയോട് പോയി സലാം പറയുമ്പോ അമ്മായി എന്നോട് ചോദിച്ചു എന്തേ ഇങ്ങോട്ട് കടന്നു വന്നത്? നിന്റെ ശൈലി ഇതല്ലോ, ഇത് പതിവില്ലല്ലോ. എന്റെ വീട്ടിലേക്ക് നീ എങ്ങനെ വന്നു എന്ന് എന്റെ അമ്മായി എന്നോട് ചോദിക്കുമ്പോ ഇങ്ങനെയൊന്നല്ല. എന്താ ഇപ്പൊ അങ്ങോട്ട് വജ്ജയിച്ചു പോന്നതാ.
തെറ്റി നിൽക്കുന്ന അമ്മായിയുടെ ചോദ്യം കേട്ടപ്പോൾ നബിയെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചവളോട് പറഞ്ഞു, എന്റെ അമ്മയോട് അമ്മായിയോട് പറഞ്ഞു. ആ അമ്മായി എനിക്ക് പൊരുത്തപ്പെട്ടതെന്ന് ഞാൻ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇതങ്ങളെ പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞ അഹ്സൻത മോനെ, ഇത് നല്ല ഒരു കാര്യമാണ്, എന്റെ മാന്യത നീ നോക്കിയില്ലല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. വിധങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. കാരണം കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഒരു മജ്‌ലിസിന് വന്നാൽ അവിടെ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങൂല. അവിടെ ഏത് തങ്ങളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല, അത് പാണക്കാട് തങ്ങളായിട്ടും കാര്യമില്ല, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദായിട്ടും കുടുംബ ബന്ധം മുറിച്ചവരാ മജ്‌ലിസിലുണ്ടോ? ലാ തൻസുലു അലാ ഖൗമിൻ ഖാതിഉർ റഹീം. കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവിടെ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങൂല എന്ന് ഞാൻ പറഞ്ഞതല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗമാണ് കുടുംബത്തോട് നല്ല പോലെ വർത്തിക്കാത്ത ചില ആളുകൾ. ഉമ്മാനെ കെട്ടിയ പെണ്ണ് പറയുന്നത് കേട്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നവർ. അല്ലാഹു തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സ്നേഹിക്കാൻ മനസ്സില്ലാത്തവൻ എന്തും മുസ്ലിമ, ബാപ്പനെ ബഹുമാനിക്കാൻ എന്തും മുസ്ലിമ. ഇപ്പോഴല്ലേ അവരെ മുഖമൊക്കെ ചുക്കിച്ചുന്നത്, ഇപ്പോഴല്ലേ നിലക്കുറിച്ച് ആരോഗ്യം. അപ്പൊ പിന്നെ പെറ്റുമാനും വേണ്ട, ഉപ്പാനും വേണ്ട, ഓന് തോന്നിയ ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തൽ. അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓനെ തന്നെ ഈ പറയുന്നതെങ്കിൽ വിചാരിച്ചോളി. അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എല്ലാരും പറയും ഞാൻ ചോദിക്കട്ടെ, ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരോട് 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉമ്മ നിന്ന ബാക്കി ഭക്ഷണം ഞാൻ ഉമ്മ കുഴച്ചു വെച്ച ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയാ തന്റെ ഇടമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ടുണ്ട് ഉസ്താദേ എന്റെ അമ്മ കുഴച്ചു വെച്ചതിന്റെ ബാക്കി പറയുങ്ങളെ ഉണ്ടെങ്കിലും ഒന്ന് കൈപോയി പൊക്കിക്കോളുണ്ടെങ്കിൽ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. കുഴച്ചെങ്ങാനും നമുക്ക് തന്നാല് ഒരു തീരക്കാതെ നിങ്ങൾ എന്റെ കൈക്കായി നിങ്ങൾ പറയും. നമ്മൾ ആ സ്ഥാനത്ത് ചെറുപ്പക്കാരൊരു പെണ്ണിനെ ലൈനാക്കുന്നത് സങ്കല്പിക്കും. ഓള് നിന്ന് ഐസ്ക്രീമിന്റെ ബാക്കി കിട്ടിയില്ലേ പിന്നെ ഓന് ഉറക്കില്ല. ഈ മാസം വന്നാ എന്നാലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഓളോട് സ്നേഹം. ആ സ്നേഹം അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നമ്മൾ മുസ്ലിം, ഇത് മുസ്ലിങ്ങളോട് മാത്രമുള്ള വയലല്ല, SSFകാരോട് മാത്രമുള്ളതല്ല, എല്ലാ വിഭാഗക്കാരോടും ഞാൻ പറയട്ടെ. ഉമ്മാനും ബാപ്പാനും കണ്ണീർ കുടുംബങ്ങളോട് തെറ്റിപ്പിരിഞ്ഞു നിൽക്കരുത്. എന്തെങ്കിലും കാന്തപുരസ്ഥാനോട് സ്നേഹമുള്ള ആൾക്കാർ കാന്തപുരസ്ഥാനെ കൊണ്ടു മറ്റൊരു പിന്നെ ഓനോട് മുണ്ടില്ല, ഓന്റെ കല്യാണത്തിന് പോകില്ല, പള്ളിക്കാലത്തിന് പോയില്ലേ, ഞാൻ മദ്രസ സഹായിച്ച് ആയിക്കോട്ടെ ഞങ്ങൾ അനക്കാനും തോൽപ്പിക്കില്ല എന്ന് വെച്ചാൽ പോരെ. അയാളോട് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യം. ഒരു വിഭാഗം ആളുകൾ SKSFന്റെ പ്രവർത്തകരാണ്. അപ്പൊ പിന്നെ SSFനോട് തോന്നി അവരോട് അങ്ങനെ SSFകാര് കുടുംബങ്ങളോട് ഭദ്രമായ നിലയിലുള്ള പെരുമാറ്റം നടത്തുന്നവരാ. ഞാൻ അയാളെ ചീത്ത പറയുന്നുണ്ടോ?
ഓനോട് മുണ്ടാണ്ടിരുന്നു. ആ വിഷയത്തിൽ കുടുംബം കലക്കാൻ പോണ്ട, കുടുംബത്തിന്റെ ഉള്ളിൽ കലഹം ഉണ്ടാക്കാൻ പോണ്ട. വീട്ടിൽ പോയാ വീട്ടിലത്തെ കാര്യം നിങ്ങൾക്ക് സങ്കടം പുറത്തു വയ്ക്കൂല. ഇത് ബാപ്പോളെ കണ്ട് നിങ്ങളുടെ ബേജാറാണ്. മകൻ അവിടെ ഇങ്ങോട്ട് തമ്മിൽ ബാപ്പ എങ്ങനെ ബേജാറ പഴച്ചറബ ഈ ചെക്കന്മാരെ ഞാൻ വളർത്തി ഒരാള് മറ്റേത് മറിച്ചോന് ഇങ്ങനെ ബാപ്പാനെ മനസ്സ് വേദനിപ്പിക്കണ്ട. കുടുംബം ചില ആൾക്കാർക്ക് ആവേശം കൂടുതലാവുമ്പോഴേ അതിന് കുറെ പ്രശ്നങ്ങൾ. ഏതാനില്ലാത്ത ആവേശമൊന്നും ഞമ്മക്ക് മനസ്സിലാക്കി. കാന്തപുരം ഒരു ആവേശം ഒരു മനുഷ്യ ഇങ്ങോട്ട് ഉസ്താദിനെ പറയിപ്പിക്കുക, ആവേശം കൂട്ടി. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ട്, ഇപ്പൊ പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞോളൂ. ആവേശം കാണിച്ചാൽ ആവേശം പെട്ടെന്ന് കെട്ടടങ്ങി. ആവേശത്തിന്റെ പേരിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നാണം കിട്ടും. അല്ലാഹു തആല നമുക്ക് കാവല് തരട്ടെ. അല്ലാഹു കാവല് തരട്ടെ. നമ്മുടെ ഉസ്താദ് പറഞ്ഞോട് നിൽക്കൂ, സുലൈമാൻ ഉസ്താദ് പറഞ്ഞോട് നിൽക്കൂ. നമ്മൾ ആരെയും ചീത്ത പറയാനോ വഴക്ക് പറയാനോ സുബ്ഹാന ഇങ്ങോട്ട് പറഞ്ഞ തിരിച്ച് നമ്മൾ പറയണം. ഇങ്ങോട്ട് കീറിയോ രണ്ടെണ്ണം അതൊക്കെ ഒരു രണ്ടാം നമ്പർ പരിപാടിയാണ് എന്ന് കരുതിയിട്ട് ഇവിടെ നിങ്ങൾ ആള് പറയും. ഉസ്താദ് വന്ന ആളെന്തായാലും നിങ്ങൾ എന്നെ വളർന്നിരുന്നതിന്റെ അതൊന്നുമല്ല. ഉസ്താദ് വന്നു പെട്ടെന്ന് പോണ്ട കുറച്ചു നേരം വിളിക്കാൻ റെസ്റ്റ് എടുക്കലാപ്പി എന്റെ വേദക്കാരൻ അള്ളങ്ങൾക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ സംഘടനയുടെ കുടുംബം കലക്കരുത്, സംഘടനയുടെ പേരിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്, മദ്രസയുടെ പേരിൽ പറഞ്ഞ അയൽവാസികളോട് കൊണ്ടാണ്ടിരിക്കരുത്, എല്ലാവരോടും സ്നേഹത്തോടുകൂടെ വർദ്ധിച്ചോളണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു, ഓ സുബൈറിനെ അവാമതങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാ സുബൈർ, ഓ സുബൈർ തങ്ങളെ സഹോദരന്മാരെ കൂടെയുള്ള കൂട്ടുകാരെ നിങ്ങൾ ബഹുമാനിച്ചോളണം. മഹാന്മാരെ നിങ്ങൾ ആദരിച്ചോളണമെന്ന് എല്ലാ കൂട്ടുകാരും പരസ്പര സ്നേഹത്തോട് കൂട്ടുകെട്ടിന്റെ ആളുകൾ ആദരവോടുകൂടെ പെരുമാറിക്കോളൂ. നിബിധങ്ങളെ വളരെ മഹാന്മാരെ നിങ്ങളെ ബഹുമാനിച്ചോളൂ. അതേ ഹൈറിന്റെ ആളുകളെ നിങ്ങൾ ആദരിച്ചോളൂ. അതേ കുടുംബങ്ങളോട് ബന്ധം പുലർത്തിക്കോളൂ. മദ്യപാനികൾ അടക്കമുള്ള തെമ്മാടികളോ നിങ്ങൾ നടക്കേണ്ട കേട്ടോ. നിങ്ങളെ ചീത്ത പറയുന്നവന്റെ നടക്കേണ്ട, അവരെ രോഗ്യം പറയുന്നതിന് തെറ്റില്ല. പക്ഷേ അവരെങ്ങനെ വരുമ്പോ മാന്യമായി പ്രതികരിക്കുന്നതിന് പകരം അമിതമായി എതിർക്കാൻ പോകൂടാ. തെമ്മാടികളോട് കൂടിക്കലർന്നിരിക്കാൻ പാടുള്ളതല്ലോ. ഇങ്ങനെയൊക്കെ നിങ്ങളെ ചെയ്താൽ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിലെ മഹാനായ ഹബീബ് മുഹമ്മദ്
മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഓ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് ദുആയിരക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കും. ഒരു ചെറിയ സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദൂരെയുള്ള മുഅ്മിനീങ്ങളെ, ദശമിക്ക് നമ്മുടെ മജ്ലിസിലൊന്ന് വരുമോ? ഞാൻ ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ ചെറിയ മക്കൾ നമ്മുടെ മജ്ലിസിലുണ്ട്. ചെയ്തു വെച്ച തെറ്റുകളൊന്നും മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ പറയുമ്പോൾ ആമീൻ അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ദൂരെയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നമുക്കൊന്ന് പിരിയണം. പ്രായമുള്ള പ്രയാസമുള്ളവർ എണീക്കണമെന്നില്ല. ചെറുപ്പക്കാരെ, നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പലരും നമ്മുടെ മജ്ലിസിലേക്ക് വരാനുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങള് പാവങ്ങളാണ്. ഞങ്ങളെ മുഴുവൻ ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട പത്തപുരി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ദ്വാരക്കാനായിട്ട് വരുന്നുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യം അല്ലാഹു ഒരുപാട് കാലം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉസ്താദ് പിന്നെ ഇങ്ങനെ ദ്വാരക്കാൻ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പറയാൻ അതിന്റെ വർക്കത്ത. അപ്പൊ ഏതായാലും ഉസ്താദ് വന്നാൽ നിങ്ങളെല്ലാം കൂടി കൊണ്ട് അടുത്ത് വന്ന് അവിടെ ഇരുന്നോ കാണി. അടുത്ത് വരും. ഞാൻ വിൽക്കണമായിരുന്നു. ഉസ്താദ് വലിയ വലിയ പഴയ കാലത്തെ ആലിമീങ്ങൾ ഓടിയതുണ്ടാകുന്നവൾ. അപ്പൊ നമ്മൾ ഉസ്താദ് പറഞ്ഞു ഒരു 5 മിനിറ്റ് എങ്കിലും ഉസ്താദ് പറയാനാണ്. അത് നിങ്ങൾക്ക് വലിയ ടെൻഷനാക്കാൻ അല്ലാഹു തആല ഉസ്താദിന് ഒരുപാട് കാലം ദീനിയായി പ്രവർത്തിക്കാനുള്ള അവസരം നൽകുമാറാകട്ടെ. സ്ഥാപന നമുക്കൊക്കെ പരിചയം ചെയ്യും. അല്ലാഹു ഫലങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലാഹു പറഞ്ഞതൊക്കെ ഒരു നാഫിയായ ഇൽമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ കൈയൊന്ന് പിടിച്ച് റസൂലുള്ളാഹി തങ്ങളെ കവിളത്തെടുത്ത് ചുംബനം കൊടുത്തു ഹബീബിനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് ജീവിതകാലത്ത് ഞങ്ങളെ ഹബീബിനെ കണ്ടില്ലല്ലോ, ഹബീബിന്റെ കൈയൊന്ന് പിടിച്ചില്ലല്ലോ. സ്വർഗലോകത്ത് ഞങ്ങൾക്കതിനെ തടയല്ലേ അല്ലാഹ്. ഒരു തവണയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് വസിയത്തോടെ പറഞ്ഞ വാക്കിൽ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ എന്ന അപേക്ഷയോടെ എന്റെ ഉപ്പ കഴിഞ്ഞ റമദാനിൽ ശേഷം മരണപ്പെട്ടു പോയി. 1 വർഷമായിട്ടില്ല. ഉപ്പാന്റെ ഖബർ എന്ന സന്തോഷത്തിലാകട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിൽ അവരെ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടി ദുആ ഇറക്കണം, ഉമ്മാന്റെ ആഫിയത്തിന് വേണ്ടി ദുആ ഇറക്കണം എന്ന് ആവശ്യപ്പെട്ട് ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.